ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ന്യൂ വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അല്ലയിലൊരു പാർക്കിൽ പോയ വ്ളോഗും അവിടുത്തെ വിശേഷങ്ങളും കാര്യമെല്ലാം ഈ വീഡിയോയിലുള്ളത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ഈദിൻ്റെ വ്ളോഗ് കുറേ പേര് കണ്ടിട്ടില്ല, യൂട്യൂബ് ഇംപ്രഷൻ കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ വ്ളോഗും കൂടി കണ്ട് ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, വ്ളോഗ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ അവിടെ എത്തിയ ടൈമിൽ മനസ്സൊന്നും മാറി വ്ളോഗ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ വരുന്ന വീഡിയോവും നമ്മളെല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നുമില്ല. ഡയറക്റ്റ് ആ പാർക്കിലെത്തി പാർക്കിലുള്ള വിശേഷങ്ങളെല്ലാവർക്കും ഈ വീഡിയോയിൽ മുഴുവനായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം കളിക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഇങ്ങനെ ഈ പാർക്ക് ഫുള്ളായിട്ട് ഇതുപോലൊരു കനാൽ പോലെ വരുന്നുണ്ട്. നല്ല ചെറിയ ചൂട് വെള്ളമായിരിക്കും അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ കാലിട്ട് ഇരുന്നിട്ടുണ്ട്. മക്കളും ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നത് അല്ലയിലുള്ള ഗ്രീൻ മുബസറ എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിലേക്ക്. നല്ല അടിപൊളി പാർക്കായത്. എൻട്രി ഫീ കാര്യമൊന്നുമില്ല. നല്ല വിശാലമായ നമുക്ക് ബാർബിക്യൂ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ പാർക്കായത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും വലിയ ആൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാത്തിനും പറ്റിയ നല്ലൊരു വിശാലമായ നല്ലൊരു പാർക്കായത്. അപ്പോൾ അതിലെല്ലാം ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. ആരും ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഈ അല്ലയിലേക്കുള്ള ട്രിപ്പിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഫുഡെല്ലാം കരുതിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ എക്സ്പെൻസ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് എടുത്തു വെക്കാത്തതുകൊണ്ടും അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ ആ പാർക്കിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും പോയിട്ട് ആദ്യം ഫുഡ് കഴിച്ച് പിന്നെ മക്കളെല്ലാം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ പാർക്കിന് ചുറ്റും നല്ല മൗണ്ടൻ്റെ വ്യൂ വരുന്നതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ഈവനിങ് ടൈം നമ്മളൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് എത്തിയത്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ എത്തിയിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ കളിക്കുന്ന സ്ഥലത്തെല്ലാം ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഓരോരുത്തർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ കോയിൻസ് ഇട്ട് കളിക്കാൻ പറ്റിയ കുതിരയും കാറെല്ലാം ഉള്ളതുകൊണ്ട് ഹൈക്കയും എമീനെല്ലാം നല്ല കളിയിലുള്ള ഉഷാറായിട്ട് ഓരോ കളി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇച്ചാനെയാണെങ്കിൽ പട്ടം വാങ്ങിയിട്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് ഒരു പട്ടം വാങ്ങി ഇച്ചാനിങ്ങനെ പറത്തുന്നുണ്ട്. ഇച്ചാന് മാത്രമല്ല കുറേ ആൾക്കാരിങ്ങനെ പട്ടം വാങ്ങി പറത്തുന്നുണ്ട്. ഇപ്പം നല്ല കാണുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും ഇപ്പോൾ ചൂടധികം തുടങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതുപോലെ പാർക്കിന് ചുറ്റും ഇതുപോലെ ട്രെയിൻ ഇങ്ങനെ ഓടും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നടക്കാണ്ട് തന്നെ നമുക്ക് പാർക്ക് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാൻ പറ്റും ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓരോ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുതിര സവാരിയും ക്യാമൽ റൈഡിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു കുതിര കയറിയിട്ട് ഇങ്ങനെ നമുക്ക് സിംഗിൾ റൈഡും പോവാം, ഇതുപോലെ എല്ലാ ആൾക്കാർക്കും ഒരുമിച്ചും പോവാം. അപ്പം പിന്നെ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ എന്തായാലും രസം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കാണുമല്ലോ ഇങ്ങനെ കുതിര സവാരി എല്ലാവരും കൂടി. അപ്പോൾ ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്നു തന്നെ കയറിയിട്ട് പോയി. കുതിരയിൽ പാട്ടെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഭാഗ്യമൊക്കെയിടോ ഭാഗ്യം കൂടുതലും ഉണ്ടോ എന്നറിയില്ല. ഫസ്റ്റ് പാട്ട് തീരുന്നതിന് മുന്നേ നമ്മളെ കുതിരയിലെ ബാറ്ററി തീർന്നു പോയിട്ട് പാട്ടൊന്നും ഇല്ലേനും. ബാക്കി കുതിരയിലെല്ലാം പാട്ടുണ്ടേനും. പിന്നെ നമ്മൾ വിചാരിച്ച് ട്രിപ്പ് ബേസ് ആയിരിക്കും പൈസ എന്ന് വിചാരിച്ച്. ഈ ഒരു കുറേ ആൾക്കാർക്ക് ഇരിക്കുന്ന സീറ്റിംഗ് ടൈപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ട്രിപ്പ് ബേസ് ആയിരിക്കും പൈസ എന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല, എത്ര ആളിരിക്കുന്നോ അപ്പോൾ പെർ ഹെഡ് വെച്ചിട്ടാണ് പൈസ വാങ്ങിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നഷ്ടം എന്നല്ല, നമ്മളിങ്ങനെ കൺജസ്റ്റഡായിട്ട് ഇങ്ങനെ ഇരിക്കൂലേനും. പെർ ഹെഡ് വെച്ചിട്ടാണ് കുറച്ചും കൂടി നമുക്ക് വിശാലമായിട്ട് ഇരുന്നിട്ട് പോവേനു. അപ്പോൾ കുതിര സവാരിയിൽ നമുക്ക് ചെറിയ കിട്ടിയ പണി അതാ. പിന്നെ മക്കളെല്ലാവരും ഇങ്ങനെ ക്യാമൽ റൈഡ് വേണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിളായിട്ട് കുതിര സവാരി ആണെങ്കിൽ അങ്ങനെ പോവാം. നമ്മുടെ ഒട്ടകത്തുമ്മൽ ഒരിക്കലും കയറിയ ആൾക്കാർ ഒരിക്കലും രണ്ടാമത് കയറൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടകത്തിൽ കയറാനോ പോകാനോ നിന്നിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകത്തുമ്മൽ പോകുന്ന ടൈമിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ആ എണീക്കുന്ന സമയത്തും അത് ഇരിക്കുന്ന ടൈമിലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഒരിക്കലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു രസം തന്നെയാണ്, എപ്പോൾ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഹൈറ്റുള്ളൊരു മൃഗമല്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ
കാല് മടക്കി ഇരിക്കുന്ന സമയത്തും അതിങ്ങനെ മേലോട്ട് നിൽക്കുന്ന സമയത്തെല്ലാം ശരിക്കൊരു റൈഡ് കയറിയ ഫീലായത്. അങ്ങനെ ഹംദാനെല്ലാം ഇങ്ങനെ പിടിച്ചിരുന്നിട്ടുണ്ട്. ഹംദാന് പേടിയായതുകൊണ്ട് ഇച്ചാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഹൈക്കൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല, ഹംദാൻ ഇങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ക്യാമൽ റൈഡെല്ലാം കഴിഞ്ഞ് എല്ലാ കുറേ മക്കളുണ്ട് കേട്ടോ. അവരെല്ലാം കയറിന് കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേ വീഡിയോ എല്ലാം ഓരോരുത്തര ഫോണിലുള്ള, അപ്പോൾ എൻ്റെ ഫോണിലുള്ള വീഡിയോസ് എല്ലാം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടിയിട്ട് ക്യാമൽ റൈഡും ബാക്കി റൈഡും കാര്യമെല്ലാം കഴിഞ്ഞ് ഈ ഒരു സ്പോട്ടിലേക്കായിട്ടാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടും കുറേ പരിപാടിയുണ്ട്. മിനി ട്രെയിന്, സിപ്പ് ലൈന്, ജക്കൂസി, പ്രൈവറ്റ് പൂള്, പിന്നെ ബങ്കി ജമ്പിങ്, അങ്ങനെ കുറേ പരിപാടിയെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തെല്ലാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. മെയിനായിട്ട് നമ്മൾക്ക് മിനി ട്രെയിനിലൊന്ന് കയറണമെന്നുണ്ട്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ഈവനിങ് ആയി. നല്ല ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാരായി. നല്ല ക്യൂവും കാര്യമുണ്ട് ഓരോന്നിന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈന് നിൽക്കാനൊന്നും ഒന്നിക്കില്ല. ഇപ്പം മിനി ട്രെയിനിൽ കയറണം എന്ന് വെച്ചാൽ തന്നെ വലിയ ക്യൂ അതിന് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ VIP ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാം. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ക്യൂ നിൽക്കാണ്ട് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ ലേറ്റ് ആവേണ്ടെന്നുള്ള രീതിയിൽ VIP ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ മിനി ട്രെയിനിൽ കയറി. മിനി ട്രെയിൻ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫുള്ള് മൗണ്ടൻ്റെ വ്യൂ ആയിട്ട് നല്ല രസമുള്ള നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളെ കയ്യിൽ 2 ഗിയർ പോലത്തെ സാധനം തരും. വണ്ടീൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് 2 ഗിയർ പോലത്തെ സാധനം ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മളതൊന്ന് പുഷ് ചെയ്യണം, വണ്ടി ഒന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളതൊന്ന് ബാക്കോട്ട് വലിക്കണം, ബ്രേക്ക് അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ 2 കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി ഓൾമോസ്റ്റ് ഓല കൺട്രോൾ തന്നെയാണ്. നല്ല ഫാസ്റ്റിലാണ് തിരിച്ച് വരാൻ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു കയറ്റം പോലെ, പിന്നെ ഒരു വലിയ ഇറക്കം, അങ്ങനെ വരുന്നത്. നല്ല അടിപൊളി റൈഡ് തന്നെയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു റൈഡ് കയറി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പകൽ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൗണ്ടൻ്റെ വ്യൂ എല്ലാം കിട്ടും. രാത്രിയെല്ലാം ഉണ്ട് ഇത്, പക്ഷെ രാത്രി ഒന്നും ഈ പകൽ പോയിൻ്റെ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ, എല്ലാവരും കയറിക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ അതിൽ കയറിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് പേടി, അങ്ങനെ പോയിക്കില്ല. പിന്നെ മക്കളെല്ലാം ഇങ്ങനെ ബങ്കി ജമ്പിങ്ങിന് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ സിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ പരിപാടി, ഇഷ്ടമുള്ള ഓരോ ആക്ടിവിറ്റിയിൽ കയറുന്നുണ്ട്. അങ്ങനെ ബങ്കി ജമ്പിങ്ങും സിപ്പ് ലൈനും മിനി ട്രെയിനും അങ്ങനെ കയറേണ്ട ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞ്. പിന്നെ ഇവിടുന്ന് ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് കുട്ടികൾ മുട്ടായി വേണ്ടവർ മുട്ടായി, ചായ വേണ്ടവർ ചായ, അങ്ങനെ ഓരോരുത്തർ കുടിച്ച് പിന്നെ നമ്മൾ ഇനി തിരിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനില്ല. കാരണം രാത്രിയായി തുടങ്ങി. പിന്നെ നല്ല രസമുണ്ട് ഈ രാത്രി ടൈമിൽ ഇങ്ങനെ മൗണ്ടൻ്റെ മേലായിട്ട് നിറയെ ലൈറ്റ് കത്തിച്ച് വെച്ചതാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ക്യാമറയിൽ അത്ര നേരിട്ട് കാണുന്നതിൻ്റെ അത്ര രസം ക്യാമറയിലില്ല. നല്ല രസമുണ്ട്. മേലിങ്ങനെ ഫുള്ളായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട്, പിന്നെ പാർക്കിലും ഫുള്ളായിട്ട് ലൈറ്റ് കത്തി. പിന്നെ അവിടെ ഇങ്ങനെ നേരത്തെ ഒരു ചെറിയൊരു കനാൽ പോലെ ഇട്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അരുവി പോലെ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാനെല്ലാം നല്ല രസമുണ്ട്. അപ്പോൾ ഇനി തിരിച്ചിട്ട് റൂമിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അതിന് മുന്നേ ഒരുമിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അല്ലയിൽ നിന്ന് മടങ്ങി. അങ്ങനെ നമ്മൾ ദുബൈയിലെത്തി. പിന്നെ ദുബൈയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഓരോരുത്തർ ഓരോ റൂമിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.